ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുഞ്ചൂസ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇന്ന് ഹോം മെയ്ഡ് ക്ലേനെ കൊണ്ടൊരു സാധനം ഉണ്ടാക്കാൻ പോവാണ്. സാധനത്തിൻ്റെ പേര് അവസാനം ഉണ്ടാക്കിയിട്ട് പറയാം. നമുക്കപ്പം കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട്. ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ട്രൈ ചെയ്തിട്ട് പിന്നീട് ഉണ്ടാക്കുമ്പോൾ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് സക്സസ് ആയിട്ടുണ്ടല്ലേ. നമുക്കപ്പം വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്ലേ എടുത്തിട്ട് ഒരു ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ടതൊന്ന് നമുക്ക് പരത്തി കൊടുക്കാം. ഞാൻ കൈ കൊണ്ടാണ് പരത്തി കൊടുക്കുന്നത്. നല്ല രീതിയിൽ പരത്തി കൊടുക്കാം. ഇനി ആ റൗണ്ട് ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടാണ് റൗണ്ടാക്കുന്നത്. ഇനി ആ റൗണ്ട് അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ റൗണ്ടിൻ്റെ ബാക്കി വന്നത് മാറ്റി വെക്കാം. ഇനി ഈ റൗണ്ട് നമുക്കൊന്ന് സ്മൂത്താക്കി കൊടുക്കാം. സൈഡ് ഫസ്റ്റ് സ്മൂത്താക്കിയിട്ടാണ് ഞാൻ ബാക്കി സ്മൂത്താക്കുന്നത്. വെള്ളം കൊണ്ടാണ് നമ്മൾ സ്മൂത്താക്കുക. വെള്ളം കൊണ്ട് നല്ല രീതിയിൽ സ്മൂത്താക്കി കൊടുക്കാം. ഇനി മുകൾ വശത്തും ഒന്ന് സ്മൂത്താക്കി കൊടുക്കാം. ഇനി അടിവശത്തുകൂടി ഒന്ന് സ്മൂത്താക്കി കൊടുക്കുക. രണ്ട് സൈഡ് നമ്മൾ സ്മൂത്താക്കി കൊടുക്കണം. നമ്മളിതൊരു വിരലിൽ വെള്ളാക്കിയിട്ടാണ് സ്മൂത്താക്കേണ്ടത് കേട്ടോ. നമുക്ക് എത്രയാണോ സ്മൂത്താക്കേണ്ടത് അത്രയും സ്മൂത്താക്കി കൊടുക്കാവേ. അപ്പോൾ എനിക്ക് വേണ്ട സ്മൂത്ത് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അതിന് സൈഡ് സെറ്റാക്കണമെന്നാണ്. ഇനി ഇത് നമുക്ക് നീളത്തിലാണ് വരത്തേണ്ടത്. അപ്പോൾ നീളത്തിൽ ഇങ്ങനെ ആക്കിയെടുക്കാം. എന്നിട്ട് നമുക്കത് വരത്തിയെടുക്കാം. ഇത് വരത്താനൊരു ഗ്ലാസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലൊരു കവർ വെച്ചിട്ട് അതിൻ്റെ മീത്ത് ഗ്ലാസ് വെച്ചിട്ടാണ് സ്മൂത്താക്കുന്നത്. അതാകുമ്പോൾ നല്ല രീതിയിൽ സ്മൂത്താക്കി കിട്ടും. ഫസ്റ്റ് ഒരു ട്രൈയിൽ സ്മൂത്താക്കിയിട്ട് നമ്മൾ അതിൻ്റെ അളവ് എടുക്കുക. നമുക്ക് ഇത്രയാണ് വേണ്ടത്. ഈ സൈഡത്തെ പാർട്ടീഷൻ അങ്ങോട്ട് എടുത്ത് മാറ്റാം. നമുക്ക് ഇത് ഒട്ടിപ്പിടിക്കുമ്പോൾ കുറച്ച് പണിയാണ് എടുക്കാൻ. ഈ ഹോം മെയ്ഡ് ക്ലേ എനിക്ക് നല്ലതായാണ് തോന്നിയിട്ടുള്ളത്. പതുക്കെ ഇതെടുത്ത് മാറ്റണം, അല്ലെങ്കിൽ നമ്മുടെ ക്ലേ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. പതുക്കെ എനിക്കിത് കൈമ കിട്ടുന്നുണ്ടായിരുന്നു. എൻ്റെ കൈ
വെള്ളമായതുകൊണ്ട് നമ്മളിന് ഈ കയ്യൊന്ന് മെല്ലെ എടുക്കണം. കവർ എടുത്തുകൊണ്ട് എനിക്ക് സൈഡിൽ പാർട്ടീഷൻ ചെയ്യാൻ പറ്റുന്നു. അപ്പം അത് ഫ്ലോപ്പായിപ്പോയി. നമ്മുടെ ക്ലേ കുറച്ച് മടി ഇറങ്ങി വരാനായിട്ട് പരത്തിയിട്ട് അപ്പം നമ്മളത് ഇളക്കി കൊടുക്കുകയാണ്. അപ്പം അത് പ്ലാസ്റ്റിക്കിൽ വെച്ച് പരത്തിയോണ്ടാണെന്ന് തോന്നുന്നു കിട്ടാത്തത്. നമുക്ക് തുണിയിൽ വെച്ചൊന്ന് പരത്തി നോക്കാം. തുണിയിൽ പരത്തുമ്പോൾ നമ്മുടെ ഗ്ലാസ്സിന് ഒട്ടി പിടിക്കുകയും ചെയ്യുന്നത്. നമ്മൾ നേരത്തെ വെച്ച പോലെ ആക്കിയെടുക്കാം. നമുക്ക് അങ്ങനെയൊക്കെ ഇങ്ങനെ പരത്താം. ഒരു പ്ലാസ്റ്റിക് കവർ വെക്കാം. ഒരു വെച്ച് എന്നിട്ട് നമ്മൾ ഗ്ലാസ്സിന് പരത്താം. ഫസ്റ്റ് ഒരു വരത്തൽ കഴിഞ്ഞപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ കറക്റ്റ് നമ്മുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതൊന്ന് മുറിച്ചു കൊടുക്കാം. പക്ഷെ എടുത്ത് മാറ്റി തുണി തന്നെ നിരത്തി വെച്ചാൽ മതി. നമ്മുടെ രണ്ട് സൈഡ് ഷാർപ്പ് ചെയ്തെടുക്കാൻ പറയുന്നത്. ഷാർപ്പ് പോയി സ്മൂത്ത് ഇങ്ങനെ മുറിച്ച് സെറ്റാക്കാം. എന്നിട്ട് അത് സ്മൂത്ത് ചെയ്ത് വെക്കണം. നമുക്ക് ഈ സൈഡൊന്ന് സ്മൂത്ത് ചെയ്യാൻ കുറച്ച് പണിയുണ്ടായിരുന്നു. നമ്മളത് ചെയ്തെടുക്കുകയാണ്. നല്ല സൂക്ഷ്മതയോടെ ചെയ്യണം, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും. ഇത്രയൊക്കെ ചെയ്തത് വെറുതെയാവും. ഇനി രണ്ട് സൈഡും അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്മൂത്ത് ചെയ്തെടുക്കുക വെള്ളത്തോണ്ട്. നമ്മൾക്ക് സ്മൂത്ത് ചെയ്താൽ ഇത് പൊട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച്. അതങ്ങനെ സെറ്റായി. അപ്പം അത് വീണ്ടും ഫ്ലോപ്പായിട്ടുണ്ട്. നമ്മളത് ചെയ്യാൻ പറ്റുന്ന എപ്പോഴാണോ ശരിയാകുന്നത് അത്രയും സമയം ചെയ്തെടുക്കേണ്ടി വരും. നമ്മൾ കുറച്ചും കൂടി ക്ലേ ആവശ്യമുണ്ടായിരുന്നു. അപ്പം വീണ്ടും ക്ലേ എടുത്തും ഈ ക്ലേ മുറിക്കുന്നത് ഞാൻ നൂല് വെച്ചിട്ടാണ്. നൂലെടുത്തിട്ടുണ്ട്. നമുക്ക് നൂലിൻ്റെ മുകളിൽ ക്ലേ വെച്ച് കൊടുക്കുക. ക്ലേ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നൂലുണ്ടാകുമ്പോൾ പെട്ടെന്ന് അളവിൽ കട്ട് ചെയ്ത് കിട്ടും. എന്നിട്ട് നമ്മുടെ കവറിലേക്ക് വന്ന് ക്ലേ എടുത്ത് വെക്കുക. ഞാൻ ഇത് ക്ലേ സൂക്ഷിക്കുന്നത് ഒരു കവറിൽ ഇങ്ങനെ എയർ ടൈറ്റ് കെട്ടിയിട്ട് രണ്ട് കവറിൽ അതേപോലെ വീണ്ടും കെട്ടുക. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും ക്ലേ എടുത്തിട്ട് ഇത് രണ്ടും കൂട്ടി കുഴയ്ക്കുക. ഇനി നമുക്കിനി ഇത് പരത്താൻ ശ്രമം നടത്താം. ഇതിങ്ങനെ തന്നെ പരത്തേണ്ടത്. പരത്തിയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ
ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. എനിക്കറിയില്ല, ഇത് ഞാൻ ആദ്യമായിട്ടാണ് ക്ലേനെ കൊണ്ടൊരു വർക്ക് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഹോം മെയ്ഡ് ക്ലേ ആയതുകൊണ്ട്. മറ്റേ ക്ലേ വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ യൂട്യൂബ് തുടങ്ങാൻ മുമ്പേ ആയിരുന്നു ചെയ്തിട്ടുണ്ടായത്. ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയതും ആദ്യമായിട്ടാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന ഹോം മെയ്ഡ് ക്ലേനെ കൊണ്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇനി അതൊന്നും പഠിച്ചെടുക്കാം. പരത്തി കൊടുത്തിട്ടുണ്ട്. പരത്തിയിട്ട് തുണി ഇളകി വരുന്നുണ്ടോ നോക്കിയിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യണം. അങ്ങനെ അടുത്ത സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ഒരു അളവ് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇതിൻ്റെ മുഴ ഇടക്കിടക്ക് തുടച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് അടിയിലേക്കൊന്ന് വരച്ച് കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇനി മാറ്റിയേക്കാം. അപ്പോൾ നമ്മൾ ഇത് നല്ല തടിച്ചതിൽ തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് സൈഡൊന്ന് ലെവലാക്കി കൊടുക്കാം. സൈഡൊന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്മൂത്താണ് ചെയ്യേണ്ടത്. സ്മൂത്ത് വെള്ളം എടുക്കുന്നുണ്ട്, സ്മൂത്താക്കി കൊടുക്കാം. ഈ സ്മൂത്താക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരിതാണ്. ഇങ്ങനെ സ്മൂത്താക്കുന്നത് കാണുമ്പോൾ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം ആണ് സ്മൂത്തിങ്. കയ്യിൽ വെക്കുന്നതാണ് പൊട്ടുന്നത്. ഓക്കെ, നമ്മൾ എങ്ങനെയെല്ലാം സ്മൂത്ത് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ട്രിമ്മിൻ്റെ പിന്നെ അളവ് എടുക്കാനും ഇത്രയാണ് വന്നിട്ടുള്ളത്. നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല. ഇനി ഇതിൻ്റെ കൂടെ കൂട്ടി ചേർക്കണം നമുക്ക്. അപ്പം വീണ്ടും നമ്മൾ പരത്താം. ഇതൊരു സൈഡിലേക്ക് എടുത്ത് മാറ്റാം. വീണ്ടും ഒരു അളവ് നോക്കണം, അതുകൊണ്ട് എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടതെന്ന് നോക്കാതെ നമുക്ക് ഇത്ര ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് ഒരു വേരിട്ട് കൊടുക്കുക. ഈ രണ്ട് വരയ്ക്കും ഇടയിലുള്ള ഈ ചെറിയ വശമാണ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത്. നമുക്കിനി ഇത് പരത്തേണ്ട രീതി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കാം. നമുക്ക് വീണ്ടും വെച്ച് കൊടുക്കാം. എന്നിട്ട് ഗ്ലാസ് എടുക്കാം, പരത്താം. പരത്തി നമ്മളിതെടുക്കാം. എടുത്തിട്ട് അളവിനനുസരിച്ച് ചെയ്യാം. ഈ ഒരു ചെറിയ വശത്തിന് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ലെവൽ ചെയ്തിട്ടുണ്ട്. ഇനി അളവ് വെച്ച് നോക്കാം. ഇതിങ്ങനെ യോജിപ്പിക്കാം.
എന്നിട്ട് നമ്മൾ നേരത്തെ വരച്ച പോലെ ഒരു സാധാ ലൈൻ വരക്കുക. എന്നിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്കിത് യോജിപ്പിച്ചു കൊടുക്കാം. പക്ഷേ ഈ സൈഡത്തെ തടി അത്ര പോരാ. അപ്പം നമ്മൾ വീണ്ടും ഒന്ന് നീളം കൂട്ടുന്ന പരിപാടിയാണ്. നമ്മൾ വെള്ളം കുറച്ച് ഇപ്പത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പരത്തി സ്മൂത്താക്കി കൊടുക്കാം. നമുക്കിതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. യോജിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇങ്ങനെ എടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് വെക്കുക. വെള്ളം കൊണ്ട് സ്മൂത്തിങ് ചെയ്ത് കൊടുക്കുക. നീളം കൂടിയിടണമെന്നാണോ അറിയില്ല, കുറച്ച് പൊട്ടലും ചീറ്റലൊക്കെ കാണുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഇത് കുറച്ച് കയറ്റി വെച്ചിട്ട് നമുക്കൊന്ന് സ്മൂത്തിങ് ചെയ്യാം. നേരത്തെ ഡ്രൈ ആയതുകൊണ്ട് ഇത്തിരി കുറച്ച് വീഴ്ചകളൊക്കെ ഉണ്ടാവും. നമ്മൾ ചെയ്ത് വരുമ്പോൾ ചെയ്യാവുന്നതാണ്. ഇത് തിരിച്ച് വെക്കാം. തിരിച്ച് വെച്ചിട്ടും നമ്മൾ അപ്പുറം ചെയ്ത് അതേ സ്മൂത്തിങ് കാര്യങ്ങൾ അപ്പുറം ചെയ്യാം. ഇനി നമുക്ക് ട്രിം കണ്ടീഷൻ്റെ സൈഡിൽ ഈ സാധനം നമുക്ക് കയറ്റി വെക്കാം. എന്നാലും നമുക്ക് ഭാഗം ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ. നമുക്കിനി ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. യോജിപ്പിക്കുന്നത് നമ്മൾ ഇതുപോലെ വെള്ളം എടുക്കുക. ഇവിടെ കുറച്ച് നമ്മളൊന്ന് കുറച്ച് അങ്ങോട്ട് മാറിയ കുറച്ച് ക്ലേ എടുക്കാൻ ഞാനിപ്പോൾ പറഞ്ഞത് എനിക്ക് തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഉള്ളിൽ വെച്ച് സെറ്റാക്കും. നമ്മൾ മുകളിലും നല്ല വൃത്തിക്ക് സ്മൂത്താക്കണം. നമ്മൾ ഇതെടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത കാര്യം തന്നെയാണ് സ്മൂത്ത് ചെയ്യണം. അതിനു മുമ്പ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ക്ലേ ഉണ്ടല്ലോ, ഇങ്ങനെ എടുക്കാം. കുറച്ച് ക്ലേ എടുക്കാം. ഉള്ളിലാക്കാം. ഇങ്ങനെ ഒരു പാമ്പിൻ്റെ രൂപത്തിൽ നമ്മൾ പാമ്പാക്കി വെച്ചാൽ അതേപോലെ ആക്കിയെടുക്കാം. എന്നിട്ട് നല്ലോണം പരത്തണം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട്
ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് സെറ്റാക്കി കൊടുക്കണം. നമ്മുടെ ടൂൾസ് അങ്ങനെയില്ല. പിന്നെ നമ്മുടെ 100 രൂപയുടെ ഒരു ക്ലേയില്ലേ, നമ്മൾ ക്യൂട്ട് ഉണ്ടാക്കി വെക്കുന്ന ആ ക്ലേയുടെ ടൂൾസ് യൂസ് ചെയ്യുന്നതാണ്. ക്ലേയുടെ പേരറിയത്തില്ലാണ് ഞാൻ ക്യൂട്ട് ക്ലേ എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ പുറത്ത് കുറച്ച് പാളിച്ച വന്നിട്ടുണ്ട്. അപ്പം അത് സെറ്റാക്കാനായിട്ട് നമ്മൾ കുറച്ച് ക്ലേ എടുക്കാം, വെള്ളത്തിൽ വെക്കാം, നമ്മൾ സിമെൻറ്റ് പോലെ സെറ്റാക്കണം. സ്മൂത്ത് നമ്മൾ പറ്റുന്നതാണ്. അല്ലെങ്കിൽ എനിക്ക് പറ്റിയ കുറച്ച് ഓട്ടാണ് ഒന്നും പാളിപ്പോകുന്നില്ല. ഒരു ചെറിയ പേടി നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കി. എനിക്ക് ആക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തത്. നിങ്ങളായിട്ടത് കുറ്റം പറയട്ടെ. നമുക്കിങ്ങനെ ചെയ്തെടുക്കണം. നേരിയ വശമായിട്ടാണ് കേട്ടോ ഞാൻ പൊട്ടിയത്. നമുക്ക് ബാക്കിയുള്ള പണിയൊക്കെ ചെയ്യണം. നടക്കുമ്പോൾ കൂടെയാണ്. പാത്രം പൊട്ടാണല്ലോ. റൗണ്ട് ഷേപ്പൊക്കെ നമ്മൾ
ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കുറച്ച് കൊളാബൊക്കെ ചെയ്യും. നമുക്കിത് എന്തായിട്ട് യൂസ് ചെയ്യണം അതായിട്ട് യൂസ് ചെയ്യാം. എനിക്കറിയില്ല എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന്. ഞാനിത് വേണമെങ്കിൽ വല്ല ഓർണമെൻറ്റ്സൊക്കെ ഇട്ട് വെക്കാൻ. ഞാനിതിങ്ങനെ എടുക്കുന്നത് പേടിയായിട്ടാണ് കേട്ടോ. പെട്ടെന്നിട്ട് പൊട്ടിയിട്ടുണ്ടെങ്കിലും കയ്യിൽ നിന്ന് എടുക്കുമ്പോൾ പൊട്ടിയത്. നല്ല സ്മൂത്ത് ചെയ്താണ് വെച്ച് കൊടുക്കാം. നമുക്കിനി കാണാം. എനിക്ക് ഈ വശമില്ലാണ്ട് എന്തൊക്കെയാണ് പക്ഷെ പല കൊണ്ട് കഴിഞ്ഞില്ല. ഇതിന് ഉണക്കിയിട്ട് വളരെ അടിയിൽ ചെയ്യേണ്ടത്. ഇങ്ങനെ കണിപ്പിച്ച പൊട്ടില്ലേ, അപ്പോൾ നമുക്കത് സൈഡിലോട്ടൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഈ ബാക്കി വന്ന കഴിഞ്ഞ ഉണ്ടാക്കാം. എന്തെങ്കിലും ഉണ്ടാക്കാം നമുക്ക്. ഗൈസ്, നമ്മൾ ഇത്തിരി സമയം ചെയ്തിട്ടുണ്ടാക്കിയതാണിത്. അപ്പം ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫസ്റ്റ് ട്രൈ ആയതുകൊണ്ട് കുറച്ച് പാളിപ്പോയിട്ടൊക്കെ ഉണ്ട്. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ. ഇതിന് പെയിൻറ്റൊക്കെ അടിക്കാനുണ്ട്. ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് പെയിൻറ്റ് അടിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ വരുന്നത് വരെ ബായ്.